വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? ജെനുവിൻ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? അതായത് ഇവരെല്ലാം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കെക്കിനകത്തെ മെമ്പേഴ്സ് ആണ്. ഇവരെല്ലാം ഓൾറെഡി ഇതൊക്കെ സംസാരിച്ച് തീരുമാനിച്ചു. വന്നളിയ ഇതെല്ലാം എയറിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും ഒന്നേന്ന് സുതാര്യമായിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് സംശയമില്ലാത്ത രീതിയിൽ എടുത്തു കൊടുത്ത് നമ്മൾ നല്ലവനാണെന്നുള്ള പേര് മേടിച്ചിട്ട് അളിയ ജിഗിരുദണ്ഡ ദോസ്തട, എന്റെ കൈ ശുദ്ധം, നിന്റെ കൈ ശുദ്ധം. മെയ് 27 എടുക്കേണ്ടിയിരുന്ന ആ നെറുക്കെടുപ്പ് നീട്ടാനുള്ള കാരണം ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം ടിക്കറ്റ് വേണ്ട രീതിയിൽ വിറ്റുപോയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സാധനം ഡേറ്റ് നീട്ടി അടുത്ത ഡേറ്റ് വെച്ചു, 1 മാസത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു. അന്നത്തെ ദിവസവും നിങ്ങൾ ഈ വിചാരിച്ചത്ര ടിക്കറ്റ് വിറ്റ് പോയിട്ടില്ല എന്നുള്ള പക്ഷത്തിൽ എന്ത് ചെയ്യും? വീണ്ടും നീട്ടുമോ? അല്ല, അപ്പോഴും വിറ്റ് പോയിട്ടില്ല, വീണ്ടും നീട്ടും. അപ്പോഴും വിറ്റ് പോയിട്ടില്ല, വീണ്ടും നീട്ടും. അപ്പൊ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാന ഒരു സാധനമാണ് ലോട്ടറി നറുക്കെടുപ്പ്. അതായത് സാമ്പത്തികമായി ഒരാൾ വലിയ നിലയിൽ നിൽക്കുന്നു, ചില പല കാരണങ്ങളാൽ അയാൾ സാമ്പത്തികമായി വലിയ വീഴ്ചയിലേക്ക് വീഴുന്നു. അപ്പോൾ സമ്പത്ത് കാലത്ത് അയാൾ വെച്ച വിത്തുകൾ ആപത്ത് കാലത്ത് പുള്ളി എടുത്തിട്ട് വിൽക്കുന്നുവല്ല, നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നു. സംഭവം, അയാൾ സമ്പത്ത് കാലത്ത് 1 കോടിയുടെ ഒരു വീട് വെച്ചു. ആപത്ത് കാലമായപ്പോഴത്തേനും ആ 1 കോടിയുടെ രൂപയുടെ വീടിന് 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയുടെ കൂപ്പണുകളായിട്ട് വിൽക്കുന്നു. ഒരു 2.5 കോടി അല്ലെ 3 കോടി നിന്ന് എടുക്കുന്നു. ഈ വീടെടുത്തിന് കൊടുക്കുന്നു, കാറത്തിന് കൊടുക്കുന്നു, സൈക്കിൾ ഒരുത്തിന് കൊടുക്കുന്നു, വീട്ടിലെ പട്ടിക്കുട്ടീനെ ഒരുത്തിന് കൊടുക്കുന്നു, അപ്പുറത്തെ തേങ്ങ ഒരുത്തിന് കൊടുക്കുന്നു. ഇങ്ങനെ പലതായിട്ട് വിഭജിച്ച് കൊടുക്കുന്നു. പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത്തരത്തിലൊരു നറുക്കെടുപ്പ് നടത്തി. ഈ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽ പോയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ വിവാദങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഖാദർ കരിപ്പടി, പബ്ലിക് കേരളയുടെ ഖാദർ കരിപ്പടി ഇതേപോലത്തെ ഒരു നറുക്കെടുപ്പ് ടെക്നോളജിയുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരുന്നു സുഹൃത്തുക്കളെ. അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഖാദർ കരിപ്പടിയും പാണ്ടിക്കാട് കുഞ്ഞനും എല്ലാം സിങ്കായിട്ട് പുതിയൊരു ശാസ്ത്രമായിട്ട് വന്നിട്ടുണ്ട്. ആ ശാസ്ത്രമാണ് നമ്മൾ ഇതിനകത്ത് അഴിക്കാൻ പോകുന്നത്. ആ ശാസ്ത്രം ലാസ്റ്റേ പറയത്തുള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ഈ ഖാദർ കരിപ്പടിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം. ആദ്യം ഇവരന്ന് വന്ന ആ പ്രമോഷൻ നമുക്കൊന്നുകൂടെ കണ്ടുപോകാം. ഇതല്ലാതെ വേറെ വഴിയില്ല. നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വേറൊരു വഴിയും ഇല്ലാത്തത്. ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാവും. കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. കാരണം 2 കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ്, അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ. നമ്മളിത് നേരത്തെയും പറഞ്ഞാണ്, 2 കോടി രൂപയുടെ കടം വന്നത് കൊണ്ട് മാത്രമാണ്, അത് ഈ വീട് വിറ്റാ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അതായത് 2 കോടി രൂപയുടെ കടം വിറ്റ് തീർക്കാനുള്ള മൂല്യം ആ വീടിനില്ല. അത്രയും മൂല്യമില്ലാത്ത ആ വീടിനെ 2 കോടിക്ക് മുകളിൽ മൂല്യം കൊണ്ടുവന്ന് വിൽക്കാനുള്ള ടെക്നിക്കാണ് ഈ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം മാത്രമല്ല, എല്ലാവരും ചെയ്ത നറുക്കെടുപ്പ് അത് തന്നെയാണ്. ഞാനിത് ജെനുവിനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ, ലീഗലായിട്ട് വിറ്റ് കഴിഞ്ഞാൽ ഇത്രയ്ക്കുള്ള വരുമാനം കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിന് ഇല്ലീഗലായിട്ട് ഇത്തരത്തിൽ ലോട്ടറിയിലൂടെ വിറ്റ് കഴിഞ്ഞാൽ 2 കോടി കിട്ടേണ്ട വീടിന്, അല്ലെങ്കിൽ 1.5 കോടി കിട്ടേണ്ട വീടിന് 2 കോടിയോ 3 കോടിയോ ഇവർക്ക് റേസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ഫണ്ട് അല്ലേ, 1000 രൂപ ചാരിറ്റി സഹായിക്കാന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുമുണ്ട്. ബാക്കി പറ. ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്തത് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക. 1000 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 58 സമ്മാനങ്ങൾ. ഒരു അടിപൊളി വീടാണ്. 4555 സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ്. നല്ല ആംബിയൻസ് ഉള്ള വീടാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാറ്, സ്കൂട്ടർ, 58 സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഈ വരുന്ന മെയ് 27 തന്നെ നെറുക്കെടുക്കുന്നതാണ്. കഴിഞ്ഞ മെയ് 27 തന്നെ നറുക്കെടുക്കുന്നതാണ്. ഡേറ്റ് എല്ലാവരും ഓർത്ത് വെച്ചോന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കാം. ഓർമ്മിച്ച് വെച്ചോളൂ. കൃത്യം മെയ് 27 തന്നെ നെറുക്കെടുക്കും. തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. കൃത്യം മെയ് 27 തന്നെ നറുക്കെടുക്കുമെന്നാണ് അദ്ദേഹം സംസാരിച്ച് നമ്മൾ കേട്ടത്. മെയ് 27 കഴിഞ്ഞല്ലോ, നറുക്കെടുപ്പ് ഇതുവരെ കണ്ടില്ല. വീട് ആർക്കാ കിട്ടിയത്? ഇനി പാണ്ടിക്കാട് കുഞ്ഞാൻ കൊടുത്ത പോലെ തന്നെ മറ്റേത്തുള്ള കൊച്ചാപ്പാന്റെ മോന്, ഇയാടെ ഇളയപ്പാന്റെ മോന്, ഇയാടെ മോന്റെ സഹോദരന്റെ കൂട്ടുകാരൻ്റെ, ഇളയച്ചന്റെ കൂട്ടുകാരന് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. ഏതായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഖാദർ കരിപ്പടി എന്ന് പറയുന്നത് ഒരു ഉടായ്പ ടീം അല്ല. അതുകൊണ്ട് അത്രയും വലിയ ഉടായ്പ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇത് മാത്രമല്ല, ഖാദർ കരിപ്പടി ചെയ്തത്, ഒരാൾ കടത്തിൽ പെട്ടുപോയതുകൊണ്ട് അയാളുടെ വീട് വിൽക്കാനായിട്ട് ലോട്ടറിയിൽ നിങ്ങളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഇതേ സാധനം പാണ്ടിക്കാട് കുഞ്ഞാനും വന്നു. ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെത് ഫുൾ സീൻ കോൺട്രായി, സിഡോസ്കി സീനായി. അപ്പോൾ 2 പേരും ചെയ്ത് ഒരേ സാധനം. അപ്പൊ ഈ ഖാദർ കരിപ്പടി ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ അറഞ്ഞം വിമർശിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. നമുക്കൊന്ന് കണ്ടാളെ. നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും. ലക്കി ഡ്രോ തട്ടിപ്പല്ലേ? 100% ഉടായ്പാണ്. പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള 1000 രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും, വർഷങ്ങളാകും, നീതി കിട്ടിയാൽ കിട്ടി. അപ്പൊ അത് നമുക്കറിയാം, ഇത് നിയമത്തിന്റെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ സമയമെടുക്കും, നീതി കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊക്കെ ഈ നിയമത്തിന്റെ നൂലാമാലകളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ഇതേ ലോട്ടറി സ്കാം ചെയ്തത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ചാരിറ്റി ബേസിൽ ചെയ്തതാണ്. ചാരിറ്റി ആണെങ്കിലും അല്ലെങ്കിലും ചെയ്തതൊരു വ്യാജ പരിപാടി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് സമ്മതിക്കാത്തൊരു സാധനത്തെ നമ്മൾ ചാരിറ്റിയുടെ ബേസിൽ ചെയ്തു. അതായത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ലളിതമായിട്ട് പറയാൻ സാധിക്കുകയാണെങ്കിൽ, എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബാധ്യതയുണ്ട്, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള വരുമാനമില്ല, ഞാനാണ് പെട്ടുപോയി. പക്ഷെ നമ്മുടെ നാട്ടിൽ കള്ളനോട്ട് അടിക്കുന്നത് പ്രശ്നമാണ്. പക്ഷേ എനിക്ക് കുറെ കള്ളനോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറെ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പരിപാടി വരും. അവനെ ചാരിറ്റി രക്ഷിക്കാനായിട്ട് കുറെ കള്ളനോട്ട് അടിച്ച് അവൻ്റെ കയ്യിലോട്ടം കൊടുത്തു, ഈ രക്ഷപ്പെട്ടോടാൻ മോനെ, നിന്റെ കടം വീട്ടാനല്ലേ. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇവരെല്ലാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് ഇതിന്റെ ലീഗൽ വശങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ലീഗൽ വശങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ പിന്നിൽ മറ്റൊരു ശാസ്ത്രം ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം, ബാക്കി പറയട്ടെ. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താ വരാൻ നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ 27-ാം തീയതി മെയ് 27-ല്ലേ നറുക്കെടുപ്പ് നടത്തും, വിജയെ പ്രഖ്യാപിക്കും, കൃത്യം 27 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്ന പോലെ ഇതിന്റെ ഡേറ്റ് മാറ്റാം. അതായത് ഒരു പ്രൈവറ്റ് വ്യക്തി ഇത്തരത്തിലൊരു സാധനം ചെയ്യുമ്പോഴത്തേനും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ നിയമങ്ങളും നിയമാവലികളും എല്ലാം മാറ്റാൻ സാധിക്കും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. കാരണം നമ്മൾ ഈ സാധനങ്ങൾ ഇത്തരത്തിലൊരു പ്രൈവറ്റ് വ്യക്തി കൊണ്ടുവരുന്ന ഈ സാധനം നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ തെറ്റാണ്. അപ്പൊ ഈ ഒരു പ്രൈവറ്റ് വ്യക്തി ചെയ്യുമ്പോഴത്തേനും അയാളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ലീഗൽ ബോഡി ഇല്ല. അയാൾ ഇന്ന ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാൻ ഒരു ലീഗൽ ബോഡി ഇല്ല. അതുകൊണ്ട് അയാൾ എന്ത് നിയമം വെക്കുന്നു അതാണ് ഇവിടുത്തെ നിയമം, ഞാൻ എന്ത് പറയുന്നു അതാണ് നിയമം. 27 കൃത്യം എടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും പൈസ മേടിച്ചു. 27-ാം തീയതി നറുക്കെടുപ്പിലൂടെ എനിക്ക് വീട് കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടും, ടെമ്പോ കിട്ടും, വാഴക്കൂമ്പ് കിട്ടും എന്നൊക്കെ കുറെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും നടന്നില്ല. വീണ്ടും ഇത് മാറ്റി വെച്ചു. ഇനി അന്നേരം ഇവര് ചിന്തിച്ച എമൗണ്ട് ആയില്ലെങ്കിൽ വീണ്ടും മാറ്റി വെക്കും, അപ്പോഴും അല്ലെങ്കിൽ വീണ്ടും മാറ്റി വെക്കും. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഈ മേഖലയിൽ ഒരു സുതാര്യത വേണം. അതിനാൽ തന്നെ സാപ്പിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് നാസറിനോടും കുഞ്ഞാനോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഇവർ പറഞ്ഞു കേട്ടോ, ഈ മേഖലയിൽ ഒരു സുതാര്യത വേണമെന്ന്. ഏത് മേഖല? ഇല്ലീഗലായിട്ട് ഗവൺമെന്റ് ബാൻ ചെയ്തേക്കുന്ന ലോട്ടറി ഇവിടെ വെച്ചിട്ട് ഈ ഒരു മേഖല, ഇതിനൊരു മേഖലയായിട്ട് നിങ്ങളെല്ലാം രൂപാന്തരപ്പെടുത്തി. അപ്പൊ ഇത് ഇനിയും വരും, പല തരത്തിൽ ഇതിനും കാണാം, അല്ലയോ? ശരി. ഇനി സാഫിയോടും കുഞ്ഞാനോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യം. അതിനു മുമ്പേ ഈ കുഞ്ഞാനും ഇദ്ദേഹവും എല്ലാവരും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്കിനകത്തെ മെമ്പേഴ്സാണ്. ഇവരെല്ലാം ജിഗർദണ്ഡ ദോസ്തുകളാണ്. ഇനി നിങ്ങൾ ഇതൊന്ന് കേട്ടോക്ക്, എന്നിട്ട് നമുക്ക് പറയാം. ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ? പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ നമ്മൾ പോകണ്ട. കാരണം വെച്ചാൽ നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളുണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിൽ. അതായത് സാപ്പിക്ക് ഈ വീട് വേണ്ട എന്നാണ് ചുരുക്കം. ഈ വീട് സാപ്പി എടുത്താൽ തന്നെ അത് വലിയൊരു നാണക്കേടാണ്. സാപ്പി ഈ വീട് തിരിച്ച് നാസറിന് കൊടുക്കുമെന്നുള്ളതാണ്. നാസറിനോടും കുഞ്ഞാനോടും എനിക്ക് പറയാനുള്ളത്, വീട് തിരിച്ചു കിട്ടിയാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? അതായത് ഇതിന്റെ മറ്റു സമ്മാനങ്ങൾ ലഭിച്ച ആളുകളും ആ സമ്മാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ജെനുവിൻ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാവണം. ഇല്ല എങ്കിൽ ഈ വീട്ടിലോ ഈ കാറിലോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ, സുതാര്യമായ രീതിയിൽ നടത്താൻ നിങ്ങൾ തയ്യാറാണോ? ഇതാണ് പുള്ളി വെച്ച സജഷൻ എന്ന് പറഞ്ഞത്. സുതാര്യമായിട്ട് ഇത് ഒന്നേന്ന് വീണ്ടും നറുക്കെടുപ്പ് നടത്താൻ സാധിക്കുമെന്ന്. എൻ്റെ അസംഷൻ മാത്രമോട്ടെ ഇനിയും പറയാൻ പോകുന്നത്. അതായത് ഇവരെല്ലാം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്കിനകത്തെ മെമ്പേഴ്സാണ്. ഇവരെല്ലാം ഓൾറെഡി ഇതൊക്കെ സംസാരിച്ച് തീരുമാനിച്ചു. വന്നളിയ ഇതെല്ലാം ഏറില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും ഒന്നേന്ന് സുതാര്യമായിട്ട്, അതായത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് സംശയമില്ലാത്ത രീതിയിൽ എടുത്തു കൊടുത്ത് നമ്മൾ നല്ലവനാണെന്നുള്ള പേര് മേടിച്ചിട്ട് അളിയ ജിഗിർദണ്ഡ ദോസ്ത്ര, എൻ്റെ കൈ ശുദ്ധം, നിന്റെ കൈ ശുദ്ധം, ഈ സാധനം ചെയ്യാൻ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും അദ്ദേഹം പാണ്ടിക്കാട് കുഞ്ഞാന്റെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നറുക്കെടുപ്പ് വന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന നറുക്കെടുപ്പുകളൊക്കെ ഇത്തരത്തിൽ ഇല്ലീഗൽ ആണെങ്കിൽ പോലും വളരെ സുതാര്യമായിട്ട് നടക്കും. കാരണം ആൾക്കാർ ചോദ്യം ചെയ്യും, ഇത് ഏറി കയറും, ഇത് മൊത്തം ഉടായ്പാണെന്ന് പൊളിയും എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന നറുക്കെടുപ്പ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് യൂട്യൂബിൽ ഒരു നീണ്ട വീഡിയോ ഉണ്ടായിട്ട് വന്നു. ആ നീണ്ട വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. 100% ഇതൊരു ചാരിറ്റി അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു രൂപ എൻ്റെ വണ്ടിക്കൂലി പോലും, എൻ്റെ വണ്ടിക്കടിച്ച ഡീസൽ പോലും എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയിൽ അടിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അതായത് എനിക്കിത് പ്രൊമോഷൻ വർക്ക് അല്ല എന്നുള്ളതാണ്. ഒരു 5 പൈസ ഞാൻ ഈ കേസിൽ വാങ്ങിയിട്ടില്ല. അത് മനസ്സറിഞ്ഞ് തറപ്പിച്ചിട്ട് പറയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അതായത് പുള്ളിക്കാരൻ 5 പൈസ ഇത് മേടിച്ചിട്ടില്ല. ഫുൾ ചാരിറ്റി എന്ന നിലയിൽ തന്നെയാണ് പുള്ളി ചെയ്തത്. പുള്ളി പോയ ഡീസലിന്റെ പൈസ പോലും പുള്ളി കിട്ടിയിട്ടില്ല. പുള്ളി എല്ലാം സ്വന്തമായിട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞങ്ങൾ അറിയേണ്ട കാര്യമേ ഇല്ല.
ഇപ്പൊ കുഞ്ഞാൻ പൈസ മേടിച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾ പൈസ മേടിച്ചിട്ടോ പൈസ മേടിക്കാതെയോ ചെയ്യും. ആൾക്കാർക്ക് ഇന്ന ദിവസം ഇന്ന സാധനം ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് നറുക്കെടുത്ത് ഇന്ന രീതിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ നറുക്കെടുപ്പ് നടന്നോ? ആ നറുക്കെടുപ്പ് നടന്നില്ല. അപ്പൊ അവിടെ തന്നെ ഇതിന്റെ സുതാര്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്കിന് വിലയില്ലായ്മയല്ലേ കാണിക്കുന്നത്. താങ്കളുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന സാധനമാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നടന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട. ഇപ്പോൾ ഈ നറുക്കെടുപ്പ് ഇത്തരത്തിലുള്ള വീട് പണയം വെച്ച് നാട് പണയം വെച്ച് ചെയ്യുന്ന ഏതൊരു ലോട്ടറി നിങ്ങൾ നോക്കിയാലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റ് നടക്കത്തില്ല കേട്ടോ, ഫണ്ട് പിരിഞ്ഞില്ല. കുറച്ചുകൂടെ മാറ്റി വെക്കും, അയ്യോ ആ ഡേറ്റ് നടക്കത്തില്ല കേട്ടോ, ഫണ്ട് പിരിഞ്ഞില്ല. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. യാതൊരു മാറ്റവും ഇല്ല. ഇദ്ദേഹം ഫ്രോഡ് കാണിച്ചെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇദ്ദേഹം വളരെ ജെന്യുവിനായിട്ട് സുതാര്യമായിട്ട് ഇത് ചെയ്യത്തുള്ളൂ. പുള്ളിക്കാരൻ ഉടായ്പ് കാണിച്ച് ഫസ്റ്റും സെക്കൻഡും തേർഡും ഇന്ന ആളുകൾക്ക് എന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇനി അത് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ചെയ്തു കഴിഞ്ഞാൽ അണ്ണൻ ഇറങ്ങാൻ പറ്റത്തില്ല. അണ്ണൻ പറയുന്ന ബാക്കിയേക്കാം. അല്ലെ കീടോ ചെയ്തത്, നിങ്ങൾക്കൊരു ചാരിറ്റി ചെയ്താൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചത്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഇയാൾ ഒരു ക്യാൻസർ രോഗിയാണ്, നിലവിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോ ചെയ്യുന്നതിൻ്റെ രേഖകൾ ഞാൻ ദാ ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ കാണുക, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അയാൾ ഒരു രോഗിയും കൂടിയാണ്. അതിനു പുറമെ അയാളുടെ ബിസിനസ്സിൽ അയാൾക്ക് വന്നിട്ടുള്ള വലിയൊരു കടവ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടിക്ക് മുകളിലുള്ള വലിയ ബാധ്യത വിഴുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ എങ്ങനെ ഒരു ക്യാൻസർ രോഗത്തിന്റെ പേരിൽ ചാരിറ്റി ചെയ്തിട്ട് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക? അപ്പോൾ ഇങ്ങനെ ഒരാളെ എങ്ങനെ ചാരിറ്റി ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ചാരിറ്റി ചെയ്യുന്നോ വീട് കൊടുക്കുന്നോ എന്താണെങ്കിലും നിയമപ്രകാരം അല്ലാത്തൊരു സാധനമാണ് നമ്മൾ ചെയ്തത്. നമുക്കിതിനെ എങ്ങനെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ നിയമത്തിനെതിരെ അല്ലെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു സാധനമാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ചാരിറ്റിയിലാണ്, ഒരാളെ സഹായിക്കണം, നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്, നന്നായിട്ടിരിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ സംരംഭം നല്ല രീതിയിൽ നടന്നു പോട്ടെ, കൃത്യമായിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുത്ത് നല്ല രീതിക്ക് സാധനം പോട്ടെ. പക്ഷേ ഈ മേഖല നിങ്ങൾ പറഞ്ഞാൽ ഇതൊരു മേഖലയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോഴത്തേനും വരുന്ന ആളുകളെല്ലാം ജെന്യുവിനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊരു നിയമത്തിന്റെ സാധ്യത ഇല്ലാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള ഉടായ്പകൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാരണം. ഏതായാലും നിങ്ങൾ ചെയ്യുന്ന നറുക്കെടുപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അയാൾ ക്യാൻസർ പേഷ്യൻ്റ് ആയാലും അദ്ദേഹത്തിന് ചാരിറ്റിയിലൂടെ ഇത്ര എമൗണ്ട് കിട്ടത്തില്ലെന്നുണ്ടെങ്കിലും അദ്ദേഹം എന്ത് ബുദ്ധിമുട്ടിലൂടെ പോകുന്നതെന്ന് പറഞ്ഞാലും നിയമപ്രകാരമുള്ള സഹായങ്ങൾ, നിയമം അനുസരിച്ചിട്ടുള്ള സഹായങ്ങൾ മാത്രം അദ്ദേഹത്തിന് ചെയ്യുക. ഇല്ലീഗലായിട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാൻ വലിയ കടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പൈസയ്ക്ക് ഭയങ്കര ആവശ്യമുണ്ട്, എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എൻ്റെ ഈ പണമില്ല, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടത് പണമാണ്, ഞാൻ കുറേ കള്ളനോട്ട്, എനിക്ക് കൊടുക്കാൻ വീടോ നാടോ കൂടോ ഒന്നുമില്ല, ഞാൻ കുറേ പൈസ കള്ളനോട്ട് അച്ചടിച്ചെടുത്ത് എനിക്ക് ചിലവാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ മറ്റൊരു സാധനം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇദ്ദേഹം ഇനി ഇങ്ങനൊരു സാധനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതോടെ പുള്ളിക്കാരൻ ഈ പരിപാടി നിർത്താനാണ് സാധ്യത. ഏതായാലും നമ്മൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഇപ്പോൾ ആളുകളുടെ മുമ്പിലെല്ലാം നിങ്ങളുടെ ക്രെഡിബിലിറ്റി നശിച്ചിരിക്കുകയാണ്, നിങ്ങൾ ജെന്യുവിൻ അല്ല എന്നൊരു സാധനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാൻ അതിന് കുറച്ച് ഇന്ധനം അടിച്ച് കൊടുക്കുകയും ചെയ്തു. ഈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉടായ്പാണ്, മൊത്തം ഉടായ്പ സീനാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പുള്ളിക്കാരൻ പ്രൂവ് ചെയ്ത് കൊടുത്തു, പോയിട്ടുണ്ട്. ബാക്കിയേക്കാം ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇപ്പോഴും മാനുഷികപരമായിട്ടുള്ള മൂല്യം മുന്നിൽ നിർത്തിക്കൊണ്ട് മെയ് 27 എടുക്കേണ്ടിയിരുന്ന ആ നറുക്കെടുപ്പ് നീട്ടാനുള്ള കാരണം ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം ടിക്കറ്റ് വേണ്ട രീതിയിൽ വിറ്റുപോയിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സാധനം ഡേറ്റ് നീട്ടി അടുത്ത ഡേറ്റ് വെച്ചു, 1 മാസത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു. അന്നത്തെ ദിവസവും നിങ്ങൾ ഈ വിചാരിച്ചത്ര ടിക്കറ്റ് വിറ്റ് പോയിട്ടില്ല എന്നുള്ള പക്ഷത്തെ എന്ത് ചെയ്യും? വീണ്ടും നീട്ടുമോ? അല്ല, അപ്പോഴും വിറ്റ് പോയിട്ടില്ല, വീണ്ടും നീട്ടും, അപ്പോഴും വിറ്റ് പോയിട്ടില്ല, വീണ്ടും നീട്ടും. അപ്പം ഈ 2 കോടി രൂപയുടെ കടമുണ്ട്. ഈ 2 കോടി രൂപയോളം ഇദ്ദേഹത്തിന് സമ്മാനിക്കണം. ഇല്ലെങ്കിൽ ഈ സാധനം നഷ്ടമല്ലേ? ഈ 2 കോടി രൂപയോളം എത്തിയില്ല, ഇദ്ദേഹം ഈ വീട് കൊടുത്താൽ കിട്ടുന്ന എമൗണ്ടേ വന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനോടുള്ള ഉത്തരം കണ്ടുപിടിച്ചോണേ. 30,000 ടിക്കറ്റ് വിറ്റാലേ ഇതിനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നേരത്തെ 8,000 ആയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം അതൊരു 11,000 ടിക്കറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇനിയും 9,000 ടിക്കറ്റ് വേണം. അതായത് 20,000 ടിക്കറ്റാണ് ഇവർ ലക്ഷ്യമിടുന്നത്. എന്നാലേ അദ്ദേഹത്തിന് കടങ്ങൾ വീട്ടത്തുള്ളൂ. ഏകദേശം ഒരു 2 കോടി 3 കോടി റേഞ്ചിൽ വരും. ഇവരെല്ലാവരും പറയുന്നത് ആദ്യം ഈ 8,000 കണക്കാക്കി. ഇതൊക്കെയാണ് ഇതിനകത്ത് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഈ 8,000 ടിക്കറ്റ് വിറ്റു, ഇതിൻ്റെ പ്രോപ്പർ ഡോക്യുമെന്റ്സും സാധനങ്ങളും എല്ലാം ഇവർ പുറത്ത് വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പുറത്ത് വിടും, എങ്ങനെ GST അടയ്ക്കുന്നൊന്നും അറിയത്തില്ല. ഏതായാലും പ്രോപ്പറായിട്ട് അടച്ച് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നടക്കട്ടെ. ഇതിങ്ങനെ ഡേറ്റ് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും പ്രശ്നമാവും. ഈ പ്രതീക്ഷിച്ച എമൗണ്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് വിറ്റു പോകുന്നുള്ളൂ. നിങ്ങളോടുള്ള വിശ്വാസത്തിൽ കുറച്ച് പേര് എടുത്തെങ്കിലേ ഉള്ളൂ.
എന്നാലും നിങ്ങൾ വിചാരിക്കുന്ന 20,000 കിട്ടുമെന്ന് അറിയത്തില്ല. 20,000 എന്ന് പറയുമ്പോൾ 1 കോടി 2 കോടിയാണ് ഇദ്ദേഹത്തിന് കടം. വീട് വിറ്റ് കഴിഞ്ഞാൽ അത്രയും കിട്ടത്തില്ല. ഇത് വളരെ വലിയൊരു പബ്ലിക് ഫണ്ടിങ് ആണ് നടത്തുന്നത്. ഇതൊക്കെ നിയമത്തിന്റെ ഏത് സാധ്യതകളിൽ പെടുമെന്ന് അറിയത്തില്ല. ഇദ്ദേഹം നിങ്ങൾ കേസ് കൊടുത്തോ, 18 വയസ്സ് ഞാൻ കേസ് നേരിട്ടവനാന്നൊക്കെ പറയുന്നുണ്ട്. അതും നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. മാന്യമായ വിമർശനങ്ങൾ ഏറ്റെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിയമവിരുദ്ധമായിട്ട് നമ്മൾ ചെയ്ത പരിപാടിയാണ്. അതിനെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇനി ഇമാതിരി വള്ളി ചാടാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംരംഭം പല ആളുകളുടെ നിന്നും പണം മേടിച്ചിട്ടുണ്ട്. അത് അത്രയും തിരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. 8,000 കൂപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ 1,500 വെച്ച് വലിയൊരു എമൗണ്ടായി. വളരെ സുതാര്യമായിട്ട് നടത്തി നറുക്കെടുപ്പ് കൊടുത്ത് ഈ പരിപാടിയെ സ്കൂട്ടാകുക എന്നുള്ളതേ ഉള്ളൂ. ജൂൺ 25-ന് 9,000 ടിക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് എൻ്റെ മുന്നിലുണ്ട്. ഈ വലിയ ചലഞ്ച് ഈ ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ വീണ്ടും ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് എത്രമാത്രം പോസിറ്റീവ് ഉണ്ടാകും, എത്രമാത്രം നെഗറ്റീവ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോമൺ ഫാക്റ്റിലേക്ക് വരാം. ഈ കോമൺ ഫാക്റ്റിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഇനി വീണ്ടും ഇദ്ദേഹം ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടാവും. ഈ 9,000 ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇത് നറുക്കെടുത്ത് വളരെ സുതാര്യമായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇപ്പോൾ കുഞ്ഞാനിൽ നിന്ന് മനസ്സിലായല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന്. ആ പ്രശ്നങ്ങളൊന്നും വരുത്താതെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കുറച്ചെങ്കിലും നിലനിർത്താം. നിങ്ങൾ ഇനി എത്ര സുതാര്യമായിട്ട് ചെയ്താലും എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും വിമർശനങ്ങൾ കൺഫേം വന്നിരിക്കും. ഒരു സംശയമില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും അവ ഉടായ്പ, പുള്ളി ഉടായ്പ എന്ന് പറയും. അതിനകത്ത് ഒരു സംശയമില്ല. മെജോറിറ്റി ആളുകളെ കൊണ്ട് നിങ്ങൾ പക്ക ജെന്യുവനായിട്ട് ചെയ്തു എന്ന് പറയിക്കാൻ ശ്രമിക്കുക. കാരണമില്ലാതെയുള്ള കുറ്റപ്പെടുത്തലൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാറുണ്ട്. ജൂൺ 25 എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം. എൻ്റെ വീഡിയോയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും വരും, ഇനിയും പൈസ ചോദിക്കും. പക്ഷേ ഇത് ഈ ജൂൺ 25-ന് കൺഫേം ആയിട്ട് നടക്കുന്ന എന്തോ ഉറപ്പോ? ഇതേപോലെ കൃത്യം മെയ് 27 നടത്തുമെന്ന് പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ അധികം പറഞ്ഞ വാക്ക് നമ്മൾ ഉറച്ച് സെറ്റപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ കൂടുതൽ വിഷയങ്ങളൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല. ഇതാണ് സംഭവം. ഈ എല്ലാവരും ഇത്തരത്തിലുള്ള നറുക്കെടുപ്പായിട്ട് വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്. ബേസിക്കലി നിയമവിരുദ്ധമായ ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകളിലൊന്നും വിശ്വസിക്കാതിരിക്കുക, ഇമാതിരി വള്ളിക്കകത്തൊന്നും പോയി ചാടാതിരിക്കുക. ആരെങ്കിലും ചാടിയിട്ടുണ്ടെങ്കിൽ പൊന്നു മക്കളെ, നിന്റെ പൈസ പോയെന്ന് വിചാരിച്ചാൽ മതി. ഇതിന് ഒരു ചാരിറ്റി ആയിട്ട് മാത്രം കണ്ട് നിങ്ങൾ അതിനെ വിട്ടുകളയാ. അല്ലെങ്കിൽ ഈ കുഞ്ഞാനെ പോലെ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് സുതാര്യമല്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക. കേസ് കൊടുക്കുമ്പോഴത്തേനും നീ പോലീസ് അത് അന്വേഷിക്കും. ഈ പുതിയതായിട്ട് ഇവരുണ്ടാക്കുന്ന ഈ മേഖല അടച്ചുപൂട്ടും. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഈ കാതർക്കാരിപ്പോൾ ഒരു ഉടായ്പ കാണിക്കുന്ന ഒരാളാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ കാണിക്കുന്നത്. വളരെ സുതാര്യമായിട്ട് പോട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ പേര് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയി അവിടുത്തെ മറ്റൊരു വീഡിയോ ആണ്. ബൈ.